അപ്പോ നമുക്കിനി ചടങ്ങുകളിലേക്ക് കടന്നാലോ? ആവാം. അർജുൻ, ഇങ്ങോട്ടിരിക്കെ. നിർത്ത്. ശാലിനി, അമ്മ മാറി. അല്ല, ഇതെന്തോ ശാലിനി? ഒരു ആക്സിഡന്റ് പറ്റി. എപ്പോ? കുറച്ചു മുമ്പ്. എന്നിട്ട് റെസ്റ്റ് എടുക്കാതെ? ഇപ്പൊ ഇതല്ലേ അർജുനേട്ടാ പ്രധാനം. ഇങ്ങോട്ട് മാറി നിൽക്ക അർജുൻ. ഓ, സഹതാപതരംഗം. തന്റെ ജീവനും ആരോഗ്യമൊന്നും വകവയ്ക്കാതെ ത്യാഗിനിയായ നായിക അവളുടെ ഭർത്തൃ സഹോദരിയുടെ മുൻ ഭർത്താവിന്റെ വിവാഹ നിശ്ചയ ചടങ്ങിലേക്ക് പോകുന്നു. നിന്റെ ഈ നല്ല മനസ്സ് കാണാൻ എനിക്ക് കണ്ണില്ലാതെ പോയല്ലോ ശാലിനി. പോട്ടെ, നീ എന്നോട് ക്ഷമിക്ക്. അടുക്കളപ്പുറത്തേക്ക് ചെന്ന് ചായയോ മറ്റോ എടുത്ത് കുടിക്ക്. ആന്റി പ്ലീസ്, ഈ നിശ്ചയം നടത്തരുത്. നിനക്കിത് എന്തിന്റെ കേടാ ശാലിനി? ഞാൻ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോ അത് ചെയ്യരുതെന്ന് പറഞ്ഞ് തടയാനായിട്ട്? അല്ല, നീ ഈ വീടിന്റെ മുകളില് വല്ല റഡാറോ മറ്റോ വെച്ചിട്ടുണ്ടോ? ഇവിടെ എന്ത് നടന്നാലും അറിയാനായിട്ട്? റഡാറോ, ബോംബോ, റോക്കറ്റോ എന്തോ ആയിക്കോട്ടെ, ഈ വിവാഹം നടന്നിരിക്കും. നിങ്ങള് പ്ലീസ് ഞങ്ങൾക്ക് പറയാളോ എന്ന് കേട്ടിട്ട്. എന്താടാ നിന്റെ ശബ്ദം ഇത്ര താന്നുപോയത്? എടുത്തു പിടിച്ചുള്ള വരവായിരുന്നല്ലോ. എന്റെ വീട്ടിൽ നടക്കുന്ന ചടങ്ങിന് സ്റ്റാർട്ടും കട്ടും പറയാൻ നീ ആരാടാ? നിന്റെ പെങ്ങളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തു എന്നുള്ള ഒരു തെറ്റേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇവളെ ഒരു വിധത്തിൽ ഒഴിപ്പിച്ചു വിടാൻ നോക്കുമ്പോ നിന്റെ ഭാര്യയെ കൊണ്ടുള്ള ശല്യം വേറെ. അതിനു പുറമെ ഇപ്പൊ നീയും. നിങ്ങൾക്കൊക്കെ ഇത് എന്താന്ന് എനിക്ക് മനസ്സിലാവാത്തത്. മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ടപ്പോ കൈ കൊടുത്ത് മാന്യമായി പിരിയാമെന്നാ ഞാൻ കരുതിയത്. ഇതൊരുമാതിരി പോകണം കിട്ട ഏർപ്പാടായിപ്പോയി. വിഷ്ണുട്ടാ, ആന്റി പ്ലീസ്. ഇനി നിനക്കോ ഇവൾക്കോ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് കോടതിയിലാവാം. അമ്മേ, ശാലിനിക്ക് പറയാനുള്ളത് എന്താണെന്നൊന്ന് കേക്ക് പ്ലീസ്. ശരി, 5 മിനിറ്റ് ഞാൻ തരും. അതിനുള്ളിൽ പറയാനുള്ളത് പറഞ്ഞിട്ട് പൊയ്ക്കോ. മതി ആന്റി. ഞാൻ പറയാൻ പോകുന്നത് നിങ്ങക്ക് വിശ്വാസമാവോന്ന് എനിക്കറിയില്ല, പക്ഷെ വിശ്വസിച്ചേ പറ്റൂ. ജീവിതത്തിലെ ചില കാര്യങ്ങൾ അങ്ങനെയാ. അർജുനേട്ടന്റെ കുഞ്ഞ് വസുമതി ആന്റിയുടെ പേരക്കുട്ടി പ്രീതിയുടെ വയറ്റിൽ വളരുന്നുണ്ട്. അബോഷനായി പോയിന്നല്ലേ പറഞ്ഞത്? സംഭവിച്ച കാര്യങ്ങൾ വിശദമായി ഞാൻ പറയാം ആന്റി, എന്നാലേ എല്ലാവർക്കും അത് മനസ്സിലാവും. അർജുൻ വാടാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. ഇപ്പോ പ്രീതിയെ പരിശോധിച്ചപ്പോ എനിക്കൊരു സംശയം തോന്നി.
സംശയമല്ല, ഞാനത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഒന്ന് ടെൻഷൻ ആക്കാതെ എന്താന്ന് വെച്ചാ പറ. പ്രീതിയുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് ശാലിനി. ഡോക്ടർ, ടെസ്റ്റ് എന്തായി? ടെസ്റ്റിലെല്ലാം ഓക്കെ ആണ് ശാലിനി. സത്യം? സത്യമാണ് ആന്റി. പ്രീതി, അർജുൻ നിക്ക്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമാണോ മോളെ? എന്റെ അർജുന്റെ കുഞ്ഞിന്റെ ജീവൻ ഇപ്പോഴും നിന്റെ വയറ്റിൽ തുടിക്കുന്നുണ്ടോ? അതെ അമ്മ. ഇത് നീ എന്നോട് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല മോളെ? പ്രീതി, നിക്ക്. ഇത്രയും മതിയോ ശാലിനി? ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ മതിയോന്ന്? തൃപ്തിയായെങ്കിൽ ഇവളെയും കൂട്ടി വന്ന വഴിക്ക് മടങ്ങിക്കോ. ആന്റി, നീ നല്ല നടിയ ശാലിനി. ഈ വസുമതി അത്ര മോശമല്ലെന്ന് കാട്ടി തന്നൂന്നേ ഉള്ളൂ. ആ, ഇനി അർജുനും റോഷിനിയുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടക്കട്ടെ. ആന്റി, സത്യമാണ് പറഞ്ഞത്. പരിശോധനയിൽ തെളിഞ്ഞതാ. ഇവൾക്ക് അബോഷനായി എന്ന് പറഞ്ഞതും ഇതുപോലൊരു ഡോക്ടർ അല്ലേ ശാലിനി? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാം. എനിക്കെന്തിന്റെ ആവശ്യടാ? നിന്റെ അനിയത്തിയുടെ ഗർഭപരിശോധന അല്ല എന്റെ ജോലി. ഇവക്ക് ചിലപ്പോ വയറ്റിലുണ്ടാവും, പിന്നെ പോവും, വീണ്ടും ഉണ്ടെന്ന് പറയും. ഇതിനിടയിൽ പിതൃത്വ പരിശോധന. നിങ്ങൾ എല്ലാരും കൂടി എന്നെ കോമാളിയാക്കുവാണോ? ആന്റി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ശരിക്കും ഇക്കാര്യം നിങ്ങളോട് നേരത്തെ പറഞ്ഞതാ ശാലിനി. അർജുൻ ശങ്കറിന്റെ ജീവിതത്തിൽ ഇനി പ്രീതിയില്ല. തെക്കുംകൂർ കോവിലകത്തെ ഗോപികൃഷ്ണന്റെയും അംബാലിക കുഞ്ഞമ്മയുടെയും മകൾ റോഷ്നിയാണ് അർജുന്റെ ഭാര്യ. മാനമിടിഞ്ഞാലും കടലോ കാടോ ഇളകി വന്നാലും ഈ കല്യാണം നടന്നിരിക്കും. ചടങ്ങ് നടക്കട്ടെ. അർജുൻ, ഇങ്ങോട്ടിരിക്കെ. ഇരിക്കാൻ. മോളെ, ഇരിക്കെ.
അർജുൻ, വേണ്ട. ഈ ചടങ്ങ് തടയാൻ ആരെങ്കിലും ശ്രമിച്ചാൽ എന്റെ ആദ്യത്തെ കോൾ സത്യഭാമയ്ക്കായിരിക്കും. പിന്നെ അവള് തീരുമാനിക്കും തടയുന്ന ആൾക്കുള്ള സമ്മാനം എന്താണെന്ന്. അർജുൻ, പിടിക്ക്. എടാ പിടിക്കാൻ. പിടിക്കും. മോതിരെടുത്ത് അണിയിക്കേ. അർജുൻ, കൈ നീട്ടിക്കൊടുക്ക. നീട്ടാൻ. കൈ നീട്ടി കൊടുക്കും മോളെ. ഇട്ടുകൊടുക്ക് അർജുൻ. കഴിഞ്ഞു. ക്ഷണിക്കാതെ ആണെങ്കിലും എന്റെ മകൻ അർജുന്റെ വിവാഹ നിശ്ചയ ചടങ്ങിൽ വന്നതിലും പങ്കെടുത്തതിലും നന്ദി. ആഹാരം കഴിച്ചിട്ടേ പോകാവൂ. കല്യാണത്തിന് ഉറപ്പായിട്ടും ഞാൻ ക്ഷണിക്കും. വരണം, പങ്കെടുക്കണം. വിഷ്ണുട്ടാ, വേണ്ട. പോടാ പോ. നിന്റെ അമ്മ സത്യഭാമയെ പേടിച്ചിട്ടില്ല ഞാൻ. പിന്നെയാ നീ. വാ വിഷ്ണുട്ടാ. വാ. കണ്ടില്ലേ, ഒരു മനുഷ്യൻ നന്നാവുന്നത് പിടിക്കില്ലേ ഇവറ്റകൾക്ക്. അതെ അതെ. പ്രീതി, പ്രീതി, എന്താ? വാ, പോ. എല്ലാം കഴിഞ്ഞില്ലേ ശാലിനി? ഇനി എങ്ങോട്ട് പോവാനാ? എന്റെ അർജുനായിട്ട് മറ്റൊരു പെണ്ണിന്റെ കഴുത്തി താലി കിട്ടുമ്പോ ഞാൻ ഈ ഭൂമിയിൽ ഇല്ലാതിരിക്കുന്നതല്ലേ ശാലിനി നല്ലത്? അവര് സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. എന്റെ ഓർമ്മ പോലും അവരെ ശല്യം ചെയ്യാൻ പാടില്ല. പ്രീതി, അങ്ങനെ ഞാൻ മരിക്കുന്നെങ്കിൽ അത് ഈ നടയിൽ വെച്ചാവണം. അർജുനേട്ടന്റെ മുഖമായിരിക്കണം എന്റെ കണ്ണുകളിലെ അവസാന കാഴ്ച. ആ
ശബ്ദം കേട്ട് വേണം എനിക്ക് ഈ ലോകം വിട്ടു പോവാൻ. അതിനുശേഷം ആര് വേണമെങ്കിലും എടുത്തോട്ടെ എന്റെ അർജുനേട്ടന്. അങ്ങനെയൊന്നും പറയല്ലേ. പ്രീതി, പ്രീതി, നമ്മുടെ കുഞ്ഞിന്റെ കാര്യം സത്യം തന്നെയല്ലേ? അതെ അർജുനേട്ടാ. ഈശ്വര, എങ്ങനെയാ നിന്നോട് ഇതിന് നന്ദി പറയാ? പക്ഷെ വിധിയില്ലാതെ പോയല്ലോ അർജുനേട്ടാ. അച്ഛനില്ലാത്തൊരു ജന്മാവില്ലേ അത്? ഒരിക്കലുമില്ല പ്രീതി. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് അച്ഛനുണ്ട്, ഈ അഡ്വക്കേറ്റ് അർജുൻ ശങ്കർ. പിന്നെ ഇവിടെ കണ്ടതൊക്കെയോ? അതെന്റെ മാത്രം തെറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. അമ്മയുടെ അറസ്റ്റിന് ശേഷം നമ്മൾ ഏറെ അകന്നു പോയിരുന്നു പ്രീതി. അമ്മയെ അകത്താക്കാൻ നീ സത്യാമ്മയുമായി ഒത്തുകളിച്ചെന്ന് തെളിവുകൾ നിരത്തി പലവട്ടം ചിത്രം വാദിച്ചപ്പോ ഞാനത് പതറിപ്പോയി. ജയിലിൽ നിന്ന് ഇറങ്ങിയ അമ്മയെ അഴിക്കുള്ളിലാക്കിയവരെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ എനിക്ക് നിരസിക്കാനായില്ല. മറ്റൊരു പെൺകുട്ടിയെ ഈ ജന്മം സ്നേഹിക്കാനാവുമായിരുന്നിട്ടല്ല, പക്ഷേ ഒരു വാശി അത് മനസ്സിലറിയാതെ ചേക്കേറിപ്പോയി. പക്ഷെ റോഷിനി വന്ന് മുന്നിൽ നിന്നപ്പോ പെണ്ണുകാണൽ ചടങ്ങിൽ നിന്ന് അമ്മ നിന്നെ പരസ്യമായി ഇറക്കി വിട്ടപ്പോഴാണ് പ്രീതി ഞാൻ തിരിച്ചറിഞ്ഞത്. നീ അല്ലാതൊരു പെൺകുട്ടിയെ എനിക്ക് ഈ ജന്മം സ്നേഹിക്കാനാവില്ലെന്ന്. അർജുനേട്ടാ, എന്നെ ഉപേക്ഷിക്കല്ലേ അർജുനേട്ടാ. ഉപേക്ഷിച്ച് കളയല്ലേ. ഇല്ല പ്രീതി, ഒരിക്കലുമില്ല. പിടിച്ചോണ്ട് പോടി ഈ അസത്തിന്. നിങ്ങൾ ഇത്രയും വിഷ്ണുട്ടാ, ഞാൻ സംസാരിക്കാം. ബസ്വതി ആന്റി, ക്ഷണിച്ചു വരുത്തിയ ബന്ധുക്കൾക്ക് മുന്നിൽ വെച്ച് നിങ്ങൾ ഞങ്ങളെ അപമാനിച്ചപ്പോഴേ ക്ഷമിച്ചത് അർജുനേട്ടനെ ഓർത്ത് മാത്രം. പക്ഷേ ഇപ്പോ ഇവിടെ വെച്ച് ഇനിയൊരു പ്രശ്നം ഉണ്ടായ നാണം കെടാൻ പോകുന്നത് നിങ്ങളായിരിക്കും. പുതിയ പുത്രവധുവായി നിങ്ങൾ തെരഞ്ഞെടുത്ത പെൺകുട്ടിയുടെ അച്ഛനമ്മമാരെ മുഖത്താട്ടിയിട്ട് ഇറങ്ങിപ്പോവും. വാടാ ഇവിടെ. അമ്മേ, വരാൻ